അതെ, വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും തന്നെ കളയല്ലേ. നമുക്കിത് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ജോലികളൊക്കെ എളുപ്പമാക്കുന്നതിനും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ ഗുളികകളും അതേപോലെ തന്നെ ഈ ഗുളികയുടെ കവറുകളും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് സിറപ്പുകൾ, ചുമയുടെ സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്പുകളെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഡേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഗുളികകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു വൈറ്റ് കളർ പേപ്പറിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ പേപ്പറൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പൊടിച്ചെടുക്കാവുന്നതാണ്. നല്ല നൈസായിട്ട് തന്നെ പൊടിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പൊടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സിങ്കിൻ്റെ താഴെയുള്ള കബോർഡിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ പാറ്റയുടെ ശല്യം നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെയാണ് സീവിനുള്ളിൽ നിന്ന് പ്രാണികൾ, പാറ്റകളൊക്കെ നമുക്കറിയാം കിച്ചണിലേക്ക് കയറി വരാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ സീവിലൊക്കെ ഒരല്പം ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സീവിനുള്ളിൽ നിന്നുള്ള ബാഡ് സ്മെല്ല് മാറാനും അതേപോലെ തന്നെ പാറ്റ ശല്യം കുറയാനും ഒക്കെ വളരെ നല്ലതാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയാലും അതേപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയാലും നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് വളരാനായിട്ട് ഈ പൊടി ഒരല്പം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റോസൊക്കെ ഉണ്ടാകുന്ന ചെടികളിലൊക്കെ കൂടുതൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്നതിനായിട്ടും ഇതേപോലെ ഒരല്പം വിറ്റാമിൻ്റെ ടാബ്ലറ്റ്സിൻ്റെ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വച്ചു കൊടുക്കാം. ചെടിച്ചട്ടികളിൽ മണ്ണിൽ വളരുന്ന ചെടികളിലാണെങ്കിലും ഇതേപോലെ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മണ്ണിലേക്ക് ചെടിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നേരിട്ട് പൊടിയിടരുത്, ഇതേപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു കിറ്റ് എടുത്തിട്ടുണ്ട്. ഹോൾസ് ഒന്നും ഇല്ലാത്ത നല്ല കട്ടിയുള്ള ഒരു കിറ്റ് എടുക്കുക. കിറ്റ് എടുത്തതിന് ശേഷം കിറ്റിലേക്ക് നമുക്ക് ഇനി കുറച്ച് ഗുളിക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2-3 തുള്ളി ഷാമ്പൂ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഷാമ്പൂ 2-3 തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഇതേപോലെ ചേർത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യുന്നതിനായിട്ട് ഇതേപോലെ ടാപ്പ് തുറന്നിട്ട് കവറിനുള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതേപോലെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫോഴ്സിൽ ഷാമ്പൂവും അതേപോലെ തന്നെ ആ ഒരു ടാബ്ലറ്റിൻ്റെ പൗഡറും കൂടി മിക്സ് ആയിക്കോളും. അപ്പോൾ അതേ നോക്കിക്കേ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കിറ്റിൻ്റെ പകുതിയോളം ഭാഗത്തോളം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അഴുക്ക് പിടിച്ച മോപ്പൊക്കെ ഇതിനകത്ത് കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അഴുക്കൊക്കെ പോയി മോപ്പ് നല്ല വൃത്തിയായി കിട്ടും. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് മോപ്പ് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കിറ്റൊന്ന് കെട്ടിയിട്ടാൽ മതി. അപ്പോൾ ഇത് നോക്കിക്കേ വെള്ളത്തിൽ നന്നായിട്ട് മോപ്പ് മുങ്ങി കിടക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ ഒരു വെള്ളമാവുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിനി കിറ്റ് ഒന്ന് കെട്ടി വെക്കാം. കിറ്റ് ഇതേപോലെ നമുക്ക് കെട്ടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് പിന്നെ വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ തന്നെ മോപ്പിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും. ഒരുപാട് മുഷിഞ്ഞ അഴുക്ക് പിടിച്ച സോക്സുകൾ അതേപോലെ തന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വഴുവഴുപ്പുള്ള തുണികളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കിറ്റിൽ കെട്ടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടും. ബക്കറ്റോ അല്ലെങ്കിൽ പാത്രങ്ങളോ ഒന്നും വൃത്തികേടാവില്ല. അതുപോലെ തന്നെയാണ് ഡോർ മാറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ കളഞ്ഞ് വെളുപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൗഡർ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഷാമ്പൂ കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും. ഡോർ മാറ്റിനൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ ഗുളികയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷാമ്പൂവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര അഴുക്ക് പിടിച്ച ചവിട്ടിയായാലും അതേപോലെ തന്നെ കാർപ്പറ്റൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വെളുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ ആ ഗുളികയുടെ പൗഡർ ചേർത്തത് കൊണ്ട് തന്നെ ചവിട്ടിയിൽ നിന്നുള്ള കഠിനമായ അഴുക്കൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് ചവിട്ടി നല്ല ക്ലീനായി കിട്ടും. പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഉറച്ച് ബുദ്ധിമുട്ടിയോ അല്ലെങ്കിൽ കല്ലിലിട്ട് കൊട്ടിയോ ഒന്നും വേണ്ട. വാഷിംഗ് മെഷീനിലിട്ടൊക്കെ ചവിട്ടി കഴുകാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ചവിട്ടി പെട്ടെന്ന് ചീത്തയായി പോകും. ചവിട്ടിയുടെ നൂലൊക്കെ പെട്ടെന്ന് വിട്ടുപോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. അഴുക്കുകളെല്ലാം തന്നെ പോയിട്ട് നല്ല ക്ലീനായി കിട്ടും. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് കളറിലെ പാരസിറ്റാമോൾ ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് മഞ്ഞ കളറിലുള്ളതോ അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള ഗുളികളോ ഒന്നും പറ്റില്ല. വൈറ്റ് കളറിലെ തന്നെ പാരസിറ്റാമോൾ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 ഗുളികളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് കളറിലെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ കോൾഗേറ്റിൽ വൈറ്റ് കളറിലെ ഏതെങ്കിലും ഒരു പേസ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ള വസ്ത്രങ്ങൾ കഴുകുന്നതിനായിട്ടാണ്. അപ്പോൾ വെള്ള വസ്ത്രങ്ങളൊക്കെ കഴുകുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ള കളറിലെ ഗുളികയും വെള്ള കളറിലെ പേസ്റ്റും തന്നെ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഈ ഒരു പേസ്റ്റ് ചേർത്ത് വെള്ള വസ്ത്രങ്ങൾ ഒരല്പനേരം മുക്കി വെച്ച് കഴുകിയെടുക്കാവുന്നതാണ്. വസ്ത്രങ്ങളിലായിട്ടുള്ള മഞ്ഞളിൻ്റെ കറയുണ്ടല്ലോ, അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികൾ വീണതോ അല്ലെങ്കിൽ എണ്ണക്കറ ആയതോ ആയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഒരു മഞ്ഞളിൻ്റെ കറയും അതേപോലെ തന്നെ എണ്ണക്കറിയൊക്കെ കളയാനായിട്ടും നമുക്ക് ഈ ഒരു പേസ്റ്റ് ഒരല്പം ആ ഭാഗത്ത് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മോളുടെ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് കറിയുടെ ഒരു മഞ്ഞളിൻ്റെ കറയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഇത് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തു നിന്നുള്ള കറകളൊക്കെ പോയി കിട്ടും. ഒരുപാട് അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും അതേപോലെ തന്നെ വെള്ള മുണ്ടുകൾക്കൊക്കെ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് തിരിച്ച് കിട്ടുന്നതിനായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. കുറച്ച് വെള്ളം ബക്കറ്റിൽ എടുത്തിട്ട് ഈ ഒരു മിക്സ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂറൊക്കെ മുക്കി വച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയെടുത്താൽ പോലും നല്ല ഒരു ബ്രൈറ്റ്നെസ് കിട്ടും. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഗുളികയുടെ അതേ അലൂമിനിയം ഫോയിൽ കവറുകൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കത്രികയ്ക്കും മൂർച്ച കൂടി വരും. തുണിയൊക്കെ കട്ട് ചെയ്യുന്ന കത്രികയുടെ മൂർച്ച കുറയുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ, നല്ല വ്യത്യാസം അനുഭവപ്പെടും. അപ്പോൾ ഇതേ നോക്കിയേ, കുറച്ച് ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്പൂണിൻ്റെയൊക്കെ നിറം മങ്ങി പോകുമല്ലോ. അപ്പോൾ നിറം മങ്ങിയ സ്പൂണുകൾ, ഫോർക്കുകൾ എല്ലാം നമുക്കിനി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ സ്പൂണുകളും ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സ്പൂണുകൾക്കൊക്കെ നല്ലൊരു തിളക്കം വീണ്ടും കിട്ടും. അപ്പോൾ നിറം മങ്ങിയ സ്പൂൺ, ഫോർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ലൊരു പുത്തൻ തിളക്കം വരും. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഉടനെ മാറ്റേണ്ട ആവശ്യമില്ല. വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം സ്പൂണുകൾ എടുത്താൽ മതി. അപ്പോൾ അതേ നോക്കി, ഈ സ്പൂണൊക്കെ നല്ല ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു തിളക്കം വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും, നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.